ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനമാണ് വേണ്ടത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നൊരു 6 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കില്ല. അപ്പോൾ എനിക്ക് ഡെയിലി എക്സാം ഉള്ള ഒന്ന് വേണം, വീക്ക്ലി എക്സാം വേണം. അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവെയർ ആയിട്ട് പഠിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഡെയിലി എക്സാം എന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ സഹകാരി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ക്ഷീരവികസന വകുപ്പിലേക്കുള്ള ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ സ്റ്റേറ്റ് വൈഡ് 27th റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള സഹകാരി റൈസ് പ്ലസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നസ്രീൻ്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് നസ്രീൻ്റെ പഠനവിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. നിലവിൽ നസ്രീൻ ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണല്ലേ? ആയുർവേദ ഡോക്ടറായിട്ട് നിലവിൽ പ്രാക്ടീസും കൂടെ ഉള്ള ആളാണ്. ആദ്യമായിട്ട് നമുക്ക് PSC ജോലി വേണമെന്ന് തോന്നലുണ്ടായിരുന്നപ്പോഴായിരുന്നു? PSC ജോലി എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു PSC ജോലി വേണം, സർക്കാർ ജോലി വേണം. അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ വന്ന സമയത്ത് ആരാണ് സഹകാരിയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ? അത് ഞാൻ ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനമാണ് വേണ്ടത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നൊരു 6 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കില്ല. അപ്പോൾ എനിക്ക് ഡെയിലി എക്സാം ഉള്ള ഒന്ന് വേണം, വീക്ക്ലി എക്സാം വേണം. അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവെയർ ആയിട്ട് പഠിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഡെയിലി എക്സാം എന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ സഹകാരി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അതായത് നമുക്ക് ആ ഒരു എന്തായാലും നസ്രീന് ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും ഇതിനകത്ത് നമ്മുടെ ക്ലാസ് കാണുക, പഠിക്കുക, അതിനോടൊപ്പം നമ്മുടെ എക്സാമിനേഷൻ എഴുതുക, റിവൈസ് ചെയ്യുക. ഇതിൽ ഓരോന്നിനും നസ്രീൻ കൊടുത്ത ആ ഒരു വെയിറ്റേജ് എങ്ങനെയായിരുന്നു? അത് ഇപ്പോൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കാണാറുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി ഒരു ഞായറാഴ്ച കിട്ടുന്ന സമയം ആ ഒരാഴ്ച ഉള്ളതെല്ലാം റിവൈസ് ചെയ്തിട്ട് മൺഡേ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിലബസ് വരുമ്പോഴല്ലേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അവെയറായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം സിലബസ് വന്ന ശേഷം കുറച്ചുകൂടെ പഠിച്ചു. സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റിവിഷനും എക്സാമിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ചാപ്റ്റർ ഒക്കെ തീർന്നിട്ട് റിവൈസ് ചെയ്തെടുക്കാം. 100% പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ പഠിച്ചു, അത്യാവശ്യം ഫുൾ കവർ ചെയ്തു, റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നന്ന് പഠിക്കാം, അന്നന്ന് പഠിച്ചു പോവാന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ മന്ത്ലി ഉള്ളത് അത് ഒന്നുകൂടെ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പഠിക്കാം. റിവിഷൻ കൊണ്ടേ കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു തവണ പഠിച്ചുകൊണ്ടല്ല കാര്യമില്ല. റിവിഷൻ എന്താണ്, എത്ര റിവിഷൻ ചെയ്യുന്നു? ഇപ്പൊ ഇത്രയും പഠിച്ചിട്ടും നമ്മൾ എക്സാമിന് കുറച്ച് നാൾ മുന്നേ ഒന്ന് നോക്കിയില്ലെങ്കിൽ എനിക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടില്ലായിരുന്നു. ആ ഒരു റിവിഷൻ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ എപ്പോഴും റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്. നസ്രീൻ്റെ വിജയമന്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഡെയിലി ഉള്ളത് ഡെയിലി തീർക്കുക അല്ലേ? അത് തന്നെയാണ് നസ്രീൻ എടുത്തു പറയാനുള്ള വിജയമന്ത്രം. നിങ്ങളടുത്തും പറയാനുള്ള അത് തന്നെയാണ്. നമ്മളെപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കുക അല്ലേ? ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളത് നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 99% അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുക. കാര്യം നമ്മൾ നാളത്തെ കാര്യം നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? എപ്പോഴും നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ആ സമയത്ത് തന്നെ കഴിവതും ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും വിജയം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നസ്രീൻ എല്ലാവിധ ആശംസകളും. ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ നമുക്ക് എന്തായാലും കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സർക്കാർ സർവീസിൽ നിങ്ങൾ തിരുവനന്തപുരത്തുണ്ടല്ലോ, ട്രെയിനിങ് ഒക്കെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാണണം. അതുപോലെ ഇനി നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം? സാറ് പറയുന്ന പോലെ എങ്ങനെയാണോ സാറിനെ ഒരു മെൻറ്ററായിട്ട് കണ്ട് സാറ് പറയുന്ന പോലെ പഠിച്ചാൽ മതി. നമുക്കതിനൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും.